നമസ്കാരം. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രാചീന ഗ്രാമമായ കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി വിശകലനം ചെയ്യുന്നത്. പുരാതന കാലം മുതൽ തെക്കങ്കൂർ രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിലായിരുന്ന പ്രദേശമാണ് ഇന്നത്തെ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എന്ന ഗ്രാമം. അവർക്ക് ഇവിടെയും ഒരു അധിവാസ സ്ഥാനമുണ്ടായിരുന്നു എന്നതിന് ധാരാളം തെളിവുകളുമുണ്ട്. 925 തെക്കങ്കൂർ രാമയ്യന്റെ സൈന്യത്തിനു മുന്നിൽ കീഴ്പ്പെട്ടതോടെ കാഞ്ഞിരപ്പള്ളിക്ക് തിരുവിതാംകൂറിൽ ലയിക്കേണ്ടതായി വന്നു. പൂർവ്വകാലത്ത് കാഞ്ഞിരപ്പള്ളി ഒരു പ്രമുഖ വ്യാപാര കേന്ദ്രമായി ശോഭിച്ച പ്രദേശമാണ്. അന്ന് പാണ്ഡ്യനാട്ടിൽ നിന്നും മധ്യ തിരുവിതാംകൂറിലേക്കുള്ള പ്രധാന പാത കാഞ്ഞിരപ്പള്ളിയിൽ കൂടിയായിരുന്നു. പാണ്ഡ്യയിൽ നിന്ന് ഈ രാജ്യത്തേക്ക് വരും വഴിയുള്ള ആദ്യത്തെ ജനവാസ കേന്ദ്രവും കാഞ്ഞിരപ്പള്ളി തന്നെയായിരുന്നു. പാണ്ഡ്യയുമായി അവിടെ പ്രധാനമായും കച്ചവടം നടത്തിയിരുന്നത് കണ്ണന്നൂർ ചെട്ടികളായിരുന്നു. കണ്ണന്നൂർ ചെട്ടികളുടെ അന്നത്തെ ആരാധനാലയമായിരുന്നു ഗണപതി കോവിൽ. ചരിത്രകാരന്മാരുടെയും ഗവേഷകരുടെയും മാത്രം ശ്രദ്ധയാകർഷിച്ച് അത് ജീർണിച്ച് തന്നെ കിടക്കുന്നു. അടിത്തറയും മേൽപ്പുരയും ഭിത്തിയുമെല്ലാം കരിങ്കൽ പാളികൾ കൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം ആരിലാണ് വിസ്മയം ജനിപ്പിക്കാത്തത്? ഇതിലെ ചിത്രപ്പണികൾ പോലും അതിവിശിഷ്ടമായാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പുഷ്കര കാലത്താണ് ക്രൈസ്തവ വിഭാഗക്കാർ നിലയ്ക്കലിൽ നിന്നും ഇവിടെ വന്ന് പഴുത്തടം എന്ന സ്ഥലത്ത് താമസം ആരംഭിക്കുവാൻ തുടങ്ങിയത്. ഇതോടെ കണ്ണൂരിൽ നിന്നെത്തിയ ചെട്ടിമാർക്ക് കാഞ്ഞിരപ്പള്ളിയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെയായി. ഇതേസമയം കുംഭകോണത്തു നിന്നും വന്ന വെള്ളാള വിഭാഗക്കാർ കാഞ്ഞിരപ്പള്ളിയിൽ കച്ചവടവും രാജസേവയും ആരംഭിച്ചു. പഴുത്തടത്തിൽ താമസിച്ചിരുന്ന ഒരു പ്രധാന ക്രിസ്ത്യൻ കുടുംബം ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള മങ്കാശ്ശേരി പുരയിടത്തിൽ വാസമുറപ്പിച്ചു. ഇക്കാലത്ത് തന്നെ പാണ്ഡ്യയിൽ നിന്നും 2 സംഘം മുസ്ലിങ്ങളും ഇവിടെ എത്തി വാസമുറപ്പിച്ചിരുന്നു. ക്ഷേത്ര നടത്തിപ്പിനെ സംബന്ധിച്ച് ചെട്ടിമാരും വെള്ളാളരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായി. തുടർന്ന് രാജാവിന്റെ അനുമതിയോടെ വെള്ളാളർ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പുതിയ ക്ഷേത്രം പണിതു. ഈ ക്ഷേത്രം ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ മേഖലയായതിനാൽ അവർ രാജസന്നിധിയിൽ പരാതിപ്പെട്ടു. അന്നത്തെ തെക്കങ്കൂർ രാജാവായിരുന്ന വീരകേരള പെരുമാൾ അവരെ സമാശ്വസിപ്പിക്കുകയും ഒരു പള്ളിയും അങ്ങാടിയും പണിയുന്നതിന് അനുവാദം കൽപ്പിക്കുകയും ചെയ്തു. 624 മേടം 21 ഈ തിരു എഴുത്തുണ്ടായത്. പള്ളി പണിയുവാനുള്ള സ്ഥലത്ത് രാജാവ് തന്നെ കാൽനാട്ടി കൊടുത്തു എന്നും കാഞ്ഞിരമരത്തിന്റെ ശിഖരം ഉപയോഗിച്ച് കാൽനാട്ടിയ പള്ളിയായതിനാൽ ഇവിടം കാഞ്ഞിരപ്പള്ളിയായി എന്നൊരു ഐതിഹ്യം നിലവിലുണ്ട്. എന്നാൽ ഈ ഐതിഹ്യത്തിന് യാതൊരു അടിത്തറയുമില്ല. നിലയ്ക്കലിൽ നിന്നും ക്രൈസ്തവർ ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലനാമം ഉണ്ടായിരുന്നു എന്ന് തന്നെ അനുമാനിക്കണം. കാരണം രാജാവ് കാഞ്ഞിരപ്പന്തൽ ഊന്നിയത് കൊണ്ടല്ല, മറിച്ച് കാഞ്ചനപ്പള്ളി എന്ന പദത്തിൽ നിന്നാണ് കാഞ്ഞിരപ്പള്ളി എന്ന പേരുണ്ടായത് എന്ന് വിചാരിക്കുന്നതിന് ഏറെ ന്യായങ്ങളുമുണ്ട്. കാഞ്ഞിരപ്പള്ളിയുടെ അന്നും ഇന്നുമുള്ള നിലയും പൊൻകുന്നത്തിന്റെ സാമീപ്യവും ചിന്തിച്ചാൽ തന്നെ ഈ പ്രദേശത്തിന്റെ പ്രസക്തി ഏറെക്കുറെ നമുക്ക് വ്യക്തമാകുന്നതാണ്. വെച്ചൂർ പശുവും മാഞ്ഞൂർ കുടയും ആറന്മുള കണ്ണാടിയും പോലെ കാഞ്ഞിരപ്പള്ളിയും ഒരു കാലത്ത് പ്രസിദ്ധമായിരുന്നു. അക്കാലത്തെ വാണിജ്യ പ്രസിദ്ധിയെ സൂചിപ്പിക്കുന്ന അളവുകോലായാണ് ഇവയൊക്കെ നിലകൊണ്ടത്. തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി പാർത്ത മുസ്ലിങ്ങളും വെള്ളാളരും മറ്റുമാണ് കാഞ്ചനപ്പള്ളി കാഞ്ഞിരപ്പള്ളിയാക്കി മാറ്റിയത് എന്ന് പറയേണ്ടി വരും. അങ്ങാടിയിൽ പാർത്തിരുന്ന ക്രിസ്ത്യാനികളുടെ മുഖ്യ തൊഴിൽ പാണ്ഡ്യയുമായുള്ള കച്ചവടം തന്നെയായിരുന്നു. ചുരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നാട്ടുവഴി അങ്ങാടി മുതൽ പാണ്ഡ്യ വരെ നീണ്ടുകിടന്നിരുന്നു. വൻമലകളിൽ കൂടി കയറി ഇറങ്ങിപ്പോയിരുന്ന ആ പാതയിലൂടെ വാഹന ഗതാഗതം അസാധ്യമായിരുന്നു. ഭാരം വലിക്കുന്നതിന് മാടുകളെയും കഴുതകളെയുമെല്ലാം ഉപയോഗിച്ചിരുന്നു. മുഹമ്മദീയർ ക്ഷേത്രത്തിനും ക്രിസ്തീയ ദേവാലയത്തിനും സമീപം ഒരു പള്ളി കൂടി പണിതതോടെ കമ്പോളത്തിന്റെ വിസ്തൃതി വർദ്ധിക്കുകയും വ്യാപാരം അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു. 3 ദേവാലയങ്ങളും ഒരേ സ്ഥാനത്ത് ഇടം പിടിക്കുകയും എല്ലാവരും അങ്ങേയറ്റം മതമൈത്രിയോടെ കഴിഞ്ഞു പോരുകയും ചെയ്തിരുന്നു. കേശവദാസിന്റെ കാലത്ത് ആലപ്പുഴ തുറമുഖവും കൊല്ലം ചെങ്കോട്ട റോഡും ആലുവാമൊഴി പാലവും ഏർപ്പെടുത്തിയതോടെ കാഞ്ഞിരപ്പള്ളിക്ക് പാണ്ഡ്യകളുമായുള്ള വ്യാപാര കുത്തക ശോഷിക്കുകയും ക്രമേണ അസ്തമിക്കുകയും ചെയ്തു. അക്കാലത്ത് പള്ളിക്കടവിൽ സർക്കാരിൽ നിന്നും അനുവദിച്ച ഒരു പാലമുണ്ടായിരുന്നു. ഒരിക്കൽ വെടിമരുന്ന് പ്രയോഗത്തിൽ പാലം അഗ്നിക്കിരയായി.
993 വെള്ളപ്പൊക്കം അങ്ങാടിക്കും പള്ളിക്കും സാരമായ കേടുപാടുകളുണ്ടാക്കി. ഇങ്ങനെ നിരവധി കാരണങ്ങളാൽ ജനങ്ങൾ കാഞ്ഞിരപ്പള്ളി അങ്ങാടി ഉപേക്ഷിച്ചു. നെൽകൃഷി അക്കാലത്ത് ഏറെ ആദായകരമായിരുന്നു. 1000 ആണ്ടിലാണ് ഇന്നത്തെ പുത്തൻപള്ളി സ്ഥാപിച്ചത്. 1035 കോടതിയും 43 അഞ്ചലാപ്പീസും സ്ഥാപിക്കപ്പെട്ടു. 1036 യൂറോപ്യന്മാർ പീരുമേട്ടിലും മറ്റും തോട്ടങ്ങൾ ആരംഭിക്കുവാൻ തുടങ്ങിയത്. യൂറോപ്യന്മാരെ അനുകരിച്ച് തോട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാർ മുതിർന്നത് പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ്. പള്ളി വകയായി നടത്തിവന്നിരുന്ന പള്ളിക്കൂടം 1059 സർക്കാർ ഏറ്റെടുത്തു. മലമ്പനി വ്യാപകമായതോടെ കാഞ്ഞിരപ്പള്ളിയിൽ 1064 ഒരു ആശുപത്രിയും സ്ഥാപിച്ചു. ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കപ്പെട്ട കോടതി 1067 പുനരാരംഭിക്കുകയും കോവൂർ ഐപ്പു അവറുകളെ മജിസ്ട്രേറ്റായി നിയമിക്കുകയും ചെയ്തു. 1070 പൊൻകുന്നത്ത് സ്ഥാപിച്ച ചന്ത കാഞ്ഞിരപ്പള്ളിയുടെ പഴയകാല പ്രതാപത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നാണ്. മധ്യ തിരുവിതാംകൂറിൽ നിലനിന്ന ഏറെ പ്രസിദ്ധമായ കാഞ്ഞിരപ്പള്ളിയുടെ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.